നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിത കൈർമയാ സഹയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. യാവതേതാൻ ഞാനൊന്ന് കണ്ടുകൊള്ളട്ടെ. ഏതാൻ നിരീക്ഷേഹം ഞാനൊന്ന് കണ്ടുകൊള്ളട്ടെ. എന്ത് കണ്ടുകൊള്ളട്ടെ? യോദ്ധുകാമാനവസ്ഥിത യുദ്ധം ചെയ്യുവാൻ താല്പര്യമുള്ളവരായിട്ട് ഇവിടെ നിൽക്കുന്നവരാര് എന്ന് ഞാൻ കണ്ടുകൊള്ളട്ടെ. കൈർമയാ സഹയോദ്ധവ്യം ആരോട് ഞാൻ യുദ്ധം ചെയ്യേണ്ടത്? ഇത് രണ്ടു തരത്തിൽ അർത്ഥം പറയാം. കൈർമയാ സഹയോദ്ധവ്യം എന്ന് പറയുമ്പോൾ ആരോട് ചേർന്ന് നിന്നാണ് യുദ്ധം ചെയ്യേണ്ടത്? അപ്പോൾ തൻ്റെ പക്ഷക്കാരെന്നായി. അപ്പോൾ മറ്റേത് മറുപക്ഷക്കാരെന്നുമായി. ഏതായാലും മറുപക്ഷത്തുള്ളവരെയും തൻ്റെ പക്ഷത്തുള്ളവരെയും എല്ലാം ഞാൻ ഒന്ന് കണ്ടുകൊള്ളട്ടെ. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ കണ്ടു. ദുര്യോധനൻ നേരെ അവരെയാണ് നോക്കി, ശത്രുപക്ഷത്തെയാണ് നോക്കി. പിന്നെ അവസാനം സ്വന്തം പക്ഷത്തുള്ളവരെയും നോക്കി പരാജയബോധം ഉണ്ടാവുകയാണ് ചെയ്തത്. ഇവിടെ അർജുനനാകട്ടെ രണ്ട് സേനകളുടെയും മധ്യത്തിൽ രഥം കൊണ്ട് നിർത്തിയിട്ട് രണ്ട് വശത്തേക്കും നോക്കുകയാണ്. അവിടെ ശത്രുപക്ഷമെന്നോ മിത്രപക്ഷമെന്നുള്ള വ്യത്യാസമില്ലാതെ ആരോടൊക്കെയാണ് ചേർന്ന് നിന്ന് ഞാൻ യുദ്ധം ചെയ്യണോ, ആരോട് യുദ്ധം ചെയ്യണോ, ഇതൊക്കെ ഞാൻ ഒന്ന് നിരീക്ഷിച്ചു കൊള്ളട്ടെ. ഇപ്പോൾ ഒരു സമബുദ്ധിയുടെ ലക്ഷണം ആദ്യം തൊട്ടേ അർജുനനിൽ നമ്മൾ കാണുന്നു. യോത്സ്യമാനാനപേക്ഷേഹം ഏതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയചികീർഷവഃ. ദുർബുദ്ധിയായ ദുര്യോധനനെ ഈ യുദ്ധത്തിൽ പ്രീതിപ്പെടുത്താൻ ഉള്ളവരായിട്ട് ആരെല്ലാം ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു എന്ന് യുദ്ധം ചെയ്യുവാൻ ഭവിക്കുന്ന അവരെ ഞാൻ നോക്കിക്കാണട്ടെ. ഇപ്പോൾ യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന അവരെ ഞാൻ നോക്കിക്കാണട്ടെ. എൻ്റെ പക്ഷത്തുള്ളവരെയും ഞാൻ നോക്കിക്കാണട്ടെ. സഞ്ജയ ഉവാച ഏവമുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. ഇങ്ങനെ അർജുനൻ പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. രണ്ട് സേനകളുടെയും നടുവിൽ തന്നെ ആ രഥം കൊണ്ട് നിർത്തിക്കൊടുത്തു. അർജുനന് എല്ലാം കാണാൻ സാധിക്കത്തക്കതാണ്. എന്നിട്ട് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം. ഭീഷ്മരും ദ്രോണരും ഉൾപ്പെടെയുള്ള എല്ലാവരെയും നീ കണ്ടുകൊള്ളുക. അവരൊക്കെ എവിടെ നിൽക്കുന്നു? കൗരവപക്ഷത്ത് നിൽക്കുന്നു. അപ്പോൾ അർജുനൻ പറഞ്ഞത് ഞാൻ രണ്ട് പക്ഷത്തെയും കണ്ടുകൊള്ളട്ടെ എന്നാണ്. ഇവിടെയും അർജുനൻ്റെ സാരഥിയായ ശ്രീകൃഷ്ണൻ അർജുനന് കൂടുതൽ യുദ്ധത്തിൽ ഔത്സുക്യം ഉണ്ടാകത്തക്കവണ്ണം സേനയുടെ മധ്യത്തിൽ തന്നെ കൊണ്ട് നിർത്തി. എങ്കിലും പറയുന്നത് എന്താണ്? ഭീഷ്മരും ദ്രോണരും ഉൾപ്പെടെയുള്ള എല്ലാവരെയും നീ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞാൽ ശത്രുപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരെയും നീ കണ്ടുകൊള്ളുക. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേദാൻ ഗുരുനിധി. ഇങ്ങനെ ഗുരുപക്ഷത്ത് നിൽക്കുന്ന ഗൗരവപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരെയും ആണ് ഭഗവാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. പക്ഷേ അവിടെ ഭഗവാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് ശത്രുപക്ഷത്തുള്ളവരെയാണെങ്കിലും അർജുനൻ കാണുന്നത് ആരെയാണ്? അർജുനൻ കാണുന്നത് ശത്രുപക്ഷത്തുള്ളവരെ മാത്രമല്ല. പിന്നെ തത്രാവശ്യ സ്ഥിതാൻ വാർത്ത പിതൃനഥ പിതാമഹാൻ ആചാര്യൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ. അവിടെ ആരെല്ലാം കാണുന്നു? ഇനിയുണ്ട്. തത്രാവശ്യ സ്ഥിതാൻ വാർത്ത, അവിടെ നിൽക്കുന്നവരായിട്ട് സ്ഥാനം പിടിച്ചിരിക്കുന്നവരായിട്ട് ആരെയെല്ലാം കണ്ടു? പിതൃനഥ പിതാമഹാൻ, പിതാക്കന്മാരെ കാണുന്നു, പിതാമഹന്മാരെ കാണുന്നു. പിന്നെയോ ആചാര്യന്മാരെ കാണുന്നു, മാതുലന്മാരെ കാണുന്നു, സഹോദരന്മാരെ കാണുന്നു, പുത്രന്മാരെ കാണുന്നു, പൗത്രന്മാരെ കാണുന്നു, കൂട്ടുകാരെ കാണുന്നു. എവിടെ കാണുന്നു? രണ്ടു പക്ഷത്തും കാണുന്നു. ശുശിരാൻ സുഹൃതശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ. ശുശിരാൻ സുഹൃതശ്ചൈവ, അവിടെ ശുശിരന്മാരെ കാണുന്നു, സുഹൃത്തുക്കളെ കാണുന്നു. ഇവിടെ കാണുന്നു സേനയോരുഭയോരപി, രണ്ട് സേനകളിലും ഒരുപോലെ ഈ പറഞ്ഞവരെ എല്ലാവരെയും കാണുന്നു. ശത്രുപക്ഷത്ത് മാത്രമല്ല, മിത്രപക്ഷത്ത് മാത്രമല്ല, രണ്ട് പക്ഷത്തും കാണുന്നു. അപ്പോൾ അർജുനന്
ഒരു രണ്ട് പക്ഷത്തെയും ഒരുപോലെ നോക്കിക്കാണത്തക്ക വണ്ണം ഉള്ള ഒരു സമബുദ്ധി ഇവിടെ കൈവന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. താൻ സമീക്ഷസ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ. അങ്ങനെ കൗന്ദേയനായ അർജുനൻ നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? സർവാൻ ബന്ധൂനവസ്ഥിതാൻ. ബന്ധുക്കൾ മാത്രമാണ് അവിടെയും ഇവിടെയും എല്ലാം യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത് എന്ന് ഉള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ അർജുനന് ഉണ്ടാകുന്നത്. കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിതമബ്രവീത്. ഇത്രയും കണ്ടപ്പോൾ അർജുനന് ഉള്ളിലുണ്ടാകുന്നത് യുദ്ധമോഹമല്ല, മറിച്ച് ഉള്ളിൽ കൃപയാണ് ഉണ്ടാകുന്നത്. അത് സാധാരണ കൃപയല്ല, വളരെ ശ്രേഷ്ഠമായ തരത്തിലുള്ള ഒരു കൃപ ഉള്ളിൽ വന്ന് നിറഞ്ഞിട്ട് അത് മുഖാന്തരം ഉണ്ടാകുന്ന ഒരു വിഷാദം ആണ്. ഈ അധ്യായത്തിൻ്റെ പേര് തന്നെ അർജുന വിഷാദ യോഗം എന്നാണ്. ഇനിയാണ് അർജുനൻ തൻ്റെ വിഷാദത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് വ്യക്തമായി അവതരിപ്പിക്കാൻ പോകുന്നു. വിഷാദന്നിതമബ്രവീ. വിഷാദത്തോടുകൂടി എങ്ങനെ പറഞ്ഞു? അർജുന ഉവാച ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം. ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം. യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ഇവരിലെല്ലാം എനിക്ക് കാണാൻ സാധിക്കുന്നത് സ്വജനങ്ങളെ മാത്രമാണ്, ശത്രുക്കളൊക്കെ ഞാൻ കാണുന്നില്ല എന്ന് ആണ് ഇവിടെ അർജുനൻ്റെ നിരീക്ഷണം. ഇത്രയും കണ്ടപ്പോഴോ സീതന്തി മമഗാത്രാണി മുഖം ച പരിശുഷ്യതി ശരീരേ മേ രോമഹർഷശ്ച ജായതേ. ഈ സ്വജനങ്ങളെയെല്ലാം കണ്ടിട്ട് എനിക്ക് എന്താണ് തോന്നുന്നത്? എൻ്റെ ശരീരം തളരുന്നു. സീതന്തി മമഗാത്രാണി മുഖം ച പരിശുഷ്യതി. വായ വരളുന്നു. വേപതിശ്ച ശരീരേമേ. ശരീരത്തിലെല്ലാം വിയർപ്പ് വരുന്നു. രോമകർഷശ്ച ജായതേ. മാത്രമല്ല ശരീരത്തിൽ രോമം എഴുന്നു നിൽക്കുന്നു. ഇങ്ങനെ ഒരു രംഗം കണ്ടിട്ട് ഗാണ്ഡീവം സംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ. ഗാണ്ഡീവം സംസദേ ഹസ്താത്. ഗാണ്ഡീവം എന്നത് അർജുനൻ്റെ വില്ലിൻ്റെ പേരാണ്. അത് കയ്യിൽ നിന്നും ഊർന്നു വീണു പോകുന്നു. ഗാണ്ഡീവം സംസദേ ഹസ്ത ത്വക്ചൈവ പരിദഹ്യതേ. എൻ്റെ പെരിപ്പുറം എല്ലാം പൊള്ളുന്നതുപോലെ തോന്നുന്നു. നജ ശക്നോമ്യവസ്ഥാതും. എനിക്ക് നേരെ നിൽക്കാൻ സാധിക്കുന്നില്ല. ഭ്രമതീവചമേമന. എൻ്റെ മനസ്സും ഇളകി കളിക്കുന്നു, ഭ്രമിക്കുന്നു. എന്നുവെച്ചാൽ സ്ഥിരതയില്ലാതെ നിൽക്കുന്നു. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ നജ ശ്രേയോനു പശ്യാമി ത്വാ സ്വജനമാഹവേ. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. കേശവ, വിപരീത സ്വഭാവമുള്ള നിമിത്തങ്ങൾ ഞാൻ കാണുന്നു. ഇതിന് പലതരത്തിൽ അർത്ഥം പറയാറുണ്ട്. എതിർ സ്വഭാവമുള്ള നിമിത്തങ്ങൾ ഞാൻ കാണുന്നു, അനുകൂലമല്ലാത്ത നിമിത്തങ്ങൾ കാണുന്നു എന്നും പറയാം. പിന്നീടോ വിപരീത സ്വഭാവമുള്ള, തമ്മിൽ ഇണങ്ങാത്ത നിമിത്തങ്ങൾ ഞാൻ കാണുന്നു. ഇത് രണ്ട് തരത്തിലുള്ള അർത്ഥവും പറയത്തക്ക വാക്കുകളാണിത്. നിമിത്താനിജ പശ്യാമി വിപരീതാനി കേശവ നജ ശ്രേയോനി പശ്യാമി അത്വാ സ്വജനമാകവേ. ഒരു കാര്യം തീർച്ചയാണ്, എൻ്റെ സ്വന്തം ആളുകളാണ് ഇവരെല്ലാവരും. ഇവരെയെല്ലാം കൊന്നു പിടിച്ചിട്ട് എനിക്ക് ഒരു ശ്രേയസ്സും ഉണ്ടാക്കാൻ പോകുന്നില്ല. തനിക്ക് സ്വജനങ്ങളെ, രണ്ടു വശത്ത് നിൽക്കുന്ന സ്വജനങ്ങളെ കണ്ട് അവരെയെല്ലാം കൊന്നു പിടിച്ചിട്ട് വേണം തനിക്ക് ഇനി എന്തോ നേട്ടമൊക്കെ ഉണ്ടാകേണ്ടത്. എനിക്കൊരു ശ്രേയസ്സും ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. ഇതൊക്കെ പറയുന്നത് കേട്ടാൽ നമുക്ക് അർജുനൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ട്, അർജുനൻ തെറ്റ് പറഞ്ഞെന്ന് എവിടെയെങ്കിലും പറയാൻ സാധിക്കുമോ? ഇല്ല. ഇതൊക്കെ ഇനി പറയാൻ പോകുന്നതും അതുപോലെ തന്നെ. കുറച്ചുകൂടെ വ്യക്തമായി പറയുന്നു. നകാംക്ഷേ വിജയം കൃഷ്ണ നച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. നകാംക്ഷേ വിജയം കൃഷ്ണ. കൃഷ്ണ, ഈ യുദ്ധത്തിൽ എനിക്ക് ജയിക്കണം എന്നുള്ള ഒരാഗ്രഹവും ഇല്ല. രാജ്യം സുഖാനിച്ച. രാജ്യത്തിൻ്റെ ഭരണം, ആധിപത്യം നേടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അതിൻ്റെ സുഖം അനുഭവിക്കണമെന്നും ആഗ്രഹമില്ല. കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗേർ ജീവിതേനവ. ഇങ്ങനെ രാജ്യം കിട്ടിയിട്ട് എന്ത് വേണം ഗോവിന്ദ? കിം ഭോഗേർ ജീവിതേനവ. സുഖഭോഗങ്ങൾ അനുഭവിച്ചിട്ട് എന്ത് വേണം? ഇങ്ങനെ ജീവിച്ചിട്ടതിന് എന്ത് വേണം? ഇങ്ങനെയെല്ലാം ഉള്ള സംശയങ്ങൾ അർജുനൻ്റെ മനസ്സിൽ ഉരുത്തിരിയുകയാണ്. യേഷാമർത്ഥേ കാംക്ഷിതം നോ
രാജ്യം ഭോഗസുഖാനി ച തൈമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാം ധനാനി ച യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗസുഖാനി ച. ആർക്കു വേണ്ടിയാണോ ഈ രാജ്യസുഖവും രാജ്യഭരണവും അതിൻ്റെ ഭോഗസുഖവും മറ്റു സുഖങ്ങളും എല്ലാം അനുഭവിക്കാം എന്ന് നാം കരുതുന്നത്, ചില ആളുകൾക്കെല്ലാം വേണ്ടി, എനിക്ക് വേണ്ടി മാത്രമല്ല, അർജുനന് വേണ്ടി മാത്രമല്ല, പിന്നെയോ മറ്റാർക്കോയൊക്കെ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നതാണ്, അവർ തന്നെയാണ് ആർക്കു വേണ്ടിയാണോ ഈ യുദ്ധം ചെയ്ത് ഈ രാജ്യം നേടി സുഖഭോഗം എല്ലാം അനുഭവിക്കാം എന്ന് കരുതുന്നത്, അവർ തന്നെയാണ് ഇവിടെ യുദ്ധം ചെയ്യാൻ തയ്യാറായി മരിക്കാൻ വേണ്ടി ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്. തേ ഇമേ അവസ്ഥിത യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച. പ്രാണനും സ്വന്തം ധനവും എല്ലാം ത്യജിച്ചിട്ട് ഇവിടെ ഈ യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്ന് നിൽക്കുന്നത് അവർ തന്നെയാണ്. ആർക്ക് വേണ്ടിയാണോ ഈ യുദ്ധം ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണോ ഈ രാജ്യവും ഭോഗസുഖങ്ങളും എല്ലാം നാം നേടാൻ പോകുന്നത്, അവർ തന്നെയാണ് യുദ്ധം ചെയ്ത് പ്രാണനും ധനവും എല്ലാം നശിപ്പിക്കാൻ തയ്യാറായി ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഒരാളൊക്കെ ഉണ്ട്. ആചാര്യ പിതരപുത്ര തഥൈവ ച പിതാമഹാ മാതുല ശ്വശുര പൗത്ര ശാലാ സംബന്ധിനസ്തഥാ. ഇങ്ങനെ വന്ന് തയ്യാറായി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ എല്ലാം പെടും. ആചാര്യന്മാർ പെടുന്നു, പിതാക്കന്മാർ പെടുന്നു, പുത്രന്മാർ പെടുന്നു, അതുപോലെ തന്നെ പിതാമഹന്മാർ പെടുന്നു, മാതുലന്മാർ പെടുന്നു, സുശരന്മാർ പെടുന്നു, പൗത്രന്മാർ പെടുന്നു, പിന്നെ അളിയന്മാരും ഒന്ന് പെടുന്നു, മറ്റു ബന്ധുക്കളെല്ലാം ഈ കൂട്ടത്തിലുണ്ട്. ഏതന്മഹന്തുമിച്ഛാമി നതോപി മധുസൂദന അഭിത്രൈലോക്യരാജ്യസ്യ ഏതോ കിം ന മഹീകൃതേ. ഏതന്മഹന്തുമിച്ഛാമി, ഇവരെ ആരെയും ഞാൻ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. നതോപി മധുസൂദന, അവർ വന്ന് എന്നെ കൊന്നാലും ശരി തന്നെ, അവരെ ഞാൻ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രീകൃഷ്ണ, അവിത്രൈലോക്യ രാജ്യസ്യ, 3 ലോകത്തിൻ്റെയും ആധിപത്യം എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വന്നാൽ പോലും ഇവരെ ആരെയും കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നീടോ ഏതോ കിം മഹീകൃതേ, പിന്നെയാണോ ഈ ഒരു രാജ്യം കിട്ടുന്നതിന് വേണ്ടി ഇവരെ എല്ലാം ഞാൻ കൊല്ലേണ്ടി വരുന്നത്. ഇവരെ ആരെയും കൊല്ലാൻ എനിക്ക് ആഗ്രഹമില്ല. നിഹത്യഥാർത്ഥരാഷ്ട്രാന്ന കാ പ്രീതി സ്യാത് ജനാർദ്ദന പാപമേവാശ്രയേതസ്മാൻ ത്വയിദാനാതദായിന. നിഹത്യഥാർത്ഥരാഷ്ട്രാന്ന കാ പ്രീതി സ്യാത് ജനാർദ്ദന. ഇവരെയെല്ലാം ഈ ധാർത്തരാഷ്ട്രന്മാരെ, പൗരവപക്ഷക്കാരെ ഒന്ന് മടിച്ചിട്ട് കാ പ്രീതി സ്യാത് ജനാർദ്ദന, എനിക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാകാൻ പോകുന്നത് ശ്രീകൃഷ്ണ. പാപമേവാശ്രയേതസ്മാൻ, ഇതുകൊണ്ട് പ്രീതിയല്ല എനിക്കുണ്ടാകുന്നത്, മറിച്ച് ഞാൻ പാപിയായിത്തീരാൻ, പാപകർമ്മങ്ങൾ ചെയ്യാൻ ഇടവരികയാണ് ചെയ്യുന്നത്. ഇവരെല്ലാം കൊല്ലുന്നത് കൊണ്ട് പാപകർമ്മങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യാൻ ഇടയാകുന്നത്. അവരിങ്ങോട്ട് കൊല്ലാൻ വന്നിരിക്കുന്നവരാണ്, എന്നാൽ പോലും ഞാൻ അവരെ കൊന്നാൽ പാപമാണ് എനിക്ക് വന്നു ചേരുന്നത്. തസ്മാന്നർഹാവയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഈ കഥം ഹത്വാ സുഖിനസ്യാമ മാധവ. തസ്മാന്നർഹാവയം ഹന്തും, അതുകൊണ്ട് ഇവരെ ഞാൻ കൊല്ലാൻ യോഗ്യനല്ല. ആരെയാണ്? ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ, ധാർത്തരാഷ്ട്രന്മാരും ബന്ധുക്കളുമായിട്ടുള്ള ഇവരെ ഞാൻ കൊല്ലാൻ ഒരിക്കലും അർഹനല്ല. സ്വജനം ഹി കഥം ഹത്വാ സുഖിനസ്യാമ മാധവ. സ്വജനങ്ങളെ കൊന്നുമുടിച്ചാൽ എന്ത് സുഖമാണ് ശ്രീകൃഷ്ണ ഉണ്ടാകാൻ പോകുന്നത്. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം തം ന ജ്ഞേയമസ്മാഭിഃ പാപാദസ്മാൻ നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ. ലോഭം കൊണ്ട് മതിമറന്ന അവര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിലും യദ്യപ്യേതേന പശ്യന്തി, ഇങ്ങനെയുള്ള ഒന്നും അവർ കാണുന്നില്ല. എന്തുകൊണ്ട്? ലോഭോപഹത ചേതസ, ലോഭം കൊണ്ട് അവരുടെ ചേതസ്, മനസ്സ് കെട്ടുപോയി. കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം. കുലക്ഷയകൃതം ദോഷം, കുലക്ഷയത്തെ, ഇത് യുദ്ധം ജയിച്ചാലും തോറ്റാലും നശിക്കാൻ പോകുന്നത് ഒരു കുലത്തിലുള്ളവരാണ്. അങ്ങനെ കുലക്ഷയം ഉണ്ടാക്കിയിട്ട് കുലക്ഷയകൃതം ദോഷം, കുലക്ഷയം ഉണ്ടാക്കുന്നതായ ഒരു ദോഷമുണ്ടല്ലോ, അതിവർ കാണുന്നില്ല.
മിത്രദ്രോഹേ ച പാതകം. മിത്രദ്രോഹത്തിൽ മിത്രങ്ങളെ ദ്രോഹിക്കുന്നത് ഒരു പാതകമാണ് എന്നുള്ള കാര്യവും ഇവർ കാണുന്നില്ല, ആര്? ദുര്യോധന പക്ഷക്കാർ. എന്നാൽ കഥന്ന ജ്ഞേയമസ്മാഭി, എന്നാൽ ഇത് മനസ്സിലാകുന്ന ഞങ്ങൾ അങ്ങനെ അവർ അതുപോലെ പെരുമാറണമോ? മാഭി പാപാതസ്മാൻ നിവർത്തിതും, എന്തുകൊണ്ട് നമ്മൾ ഈ പാപത്തിൽ നിന്നും ഒഴിവായിക്കൂടാ? അവർക്ക് രാജ്യഭരണം കിട്ടണം എന്നുള്ള ലോഭം കൊണ്ട് ഈ കുലക്ഷയകൃതം അത് മുഖാന്തരം ഉണ്ടാകുന്ന പാപം ഇതൊന്നും അവർ കാണുന്നില്ല. പക്ഷേ അവർ കാണുന്നില്ലെങ്കിലും നമ്മൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ കാണുന്ന സ്ഥിതിക്ക് നമ്മൾ എന്തുകൊണ്ട് അതിൽ നിന്ന് നിവർത്തിച്ചുകൂടാ, അതിൽ നിന്ന് പിന്മാറിക്കൂടാ? കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാത് സനാതനാഃ മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോഭിവപത്യുത. കഴിഞ്ഞ ശ്ലോകത്തിൽ ഒരു പോയിന്റ് എടുത്തിട്ടു. എന്താണ്? കുലക്ഷയകൃതം ദോഷം. കുലത്തെ നശിപ്പിച്ചാലുണ്ടാകുന്ന ദോഷം ഇവരറിയുന്നില്ല, പക്ഷേ നമ്മളതറിയുന്നുണ്ട്. എന്താണ് ആ കുലക്ഷയകൃതം ദോഷം? കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതനാഃ. കുലം നശിച്ചാൽ സനാതനമായ കുലധർമ്മങ്ങളെല്ലാം നശിക്കും. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതനാഃ ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോപി ഭവത്യുത. അങ്ങനെ സംഭവിച്ചാലോ, കുലധർമ്മം നശിച്ചാലോ എന്ത് സംഭവിക്കും? ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമാഭി ഭവത്യുത. കുലം മുഴുവൻ തന്നെ അധർമ്മത്തിൽ പതിച്ചു പോകും. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ. അധർമാഭിഭവാത് കൃഷ്ണ, അങ്ങനെ അധർമ്മം വന്ന് ഭവിച്ചാൽ എന്ത് സംഭവിക്കും? പ്രദുഷ്യന്തി കുലസ്ത്രീയഃ, കുലസ്ത്രീകൾ നശിച്ചു പോകും, അവർ ദുഷിച്ചു പോകും, അവർ ചാരിത്രം ഇല്ലാതെ ദുഷിച്ചു പോകും. എന്നിട്ടോ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ. സ്ത്രീകൾ ദുഷിക്കാനിടയായാൽ വർണ്ണസങ്കരത്തിനിടയാകും. ഇവിടെ ഒരു പ്രത്യേക പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇനി ഇവിടെ അർജുനൻ്റെ മനസ്സിലുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന തരത്തിലുള്ള സാമൂഹ്യമായ ഒരു ജാതി ഒരു ചാതുർവർണ്ണക്രമമാണ്. എന്നാൽ ഈ ചാതുർവർണ്ണക്രമത്തെ തിരുത്തിക്കൊണ്ട് ഭഗവാൻ ചാതുർവർണ്ണത്തെപ്പറ്റി ഇനി ഇത് പഠിപ്പിക്കുമ്പോൾ ഗീതോപദേശത്തിൻ്റെ ഭാഗമായിട്ട് പറയും വേറൊരു തരത്തിലുള്ള തത്വപരമായിട്ടുള്ള ചാതുർവർണ്ണ്യം എന്താണ് എന്ന്. അത് ഈ സാമൂഹ്യ വ്യവസ്ഥയൊന്നുമല്ല, മറിച്ച് ഓരോ വ്യക്തിയുടെയും സ്വഭാവ വിശേഷം അനുസരിച്ചാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരാണ്. ഒരാൾ ബ്രാഹ്മണനായിരിക്കാം, ഒരാൾ ശൂദ്രനായിരിക്കാം, ഒരാൾ ക്ഷത്രിയനായിരിക്കാം. ഇതൊക്കെ അവരവരുടെ സ്വഭാവവിശേഷം കൊണ്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെ കർമ്മവും സ്വഭാവവിശേഷം അതനുസരിച്ചുള്ള കർമ്മം, ഇത് രണ്ടും അനുസരിച്ചാണ് ചാതുർവർണ്ണത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കേണ്ടത് എന്ന് ഇനി ഭഗവാൻ അങ്ങോട്ട് ഇനി പഠിപ്പിക്കും. അതിന് ഉള്ളൊരു പൂർവപക്ഷം എന്നുള്ള നിലയിലാണ് അർജുനൻ ഇവിടെ തനിക്കറിയാവുന്ന ചാതുർവർണ്ണത്തെപ്പറ്റി പറയുന്നത്. സ്ത്രീകൾ ദുഷിച്ചാൽ വർണ്ണസങ്കരമുണ്ടാകുന്നു. സങ്കരോ നരകായൈവ കുലഘ്നാനാങ്കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയാഃ. സങ്കരോ നരകായൈവ, അങ്ങനെ വർണ്ണസങ്കരം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അത് നരകത്തിന് തന്നെ ഇടയാക്കും, നരകത്തിൽ പോകാൻ ഇടയാക്കും. ഇവിടെയും ഒരു സങ്കല്പം അർജുനൻ്റെ മനസ്സിൽ ഉള്ളത് നരകത്തിൽ പോകേണ്ടി വരും എന്നുള്ളതാണ്. ഇനി ഭഗവാൻ അങ്ങോട്ട് പഠിപ്പിക്കുമ്പോൾ നരകമെന്നും സ്വർഗമെന്നും ഉള്ള ഒരു ഭേദകൽപ്പനയ്ക്കും അവസരമില്ലാത്ത പരമമായ സത്യത്തെ പ്രാപിക്കുക എന്നത് മാത്രമായിരിക്കും ലക്ഷ്യം. ഇവിടെ സ്വർഗത്തിൽ പോകുന്ന ഒരു ലക്ഷ്യം, നരകത്തെ ഒഴിവാക്കുക എന്നുള്ളത് വേറെ ലക്ഷ്യം. ഇത് രണ്ടുമല്ല, ഇതിനപ്പുറത്തുള്ള ബ്രഹ്മപദപ്രാപ്തി അല്ലെങ്കിൽ പരമമായ സത്യത്തെ പ്രാപിക്കുക. ഭഗവത്ഗീതയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭഗവാനെ തന്നെ പ്രാപിക്കുക. ആ ലക്ഷ്യമുണ്ടായിരുന്നാൽ അവിടെ സ്വർഗത്തിനും നരകത്തിനും ഒരു സ്ഥാനവുമില്ല. അതുപോലെ പാപങ്ങളെപ്പറ്റി അർജുനൻ പറഞ്ഞു. പാപത്തിനും പുണ്യത്തിനും അവസരമില്ലാത്ത ഒരറിവിൻ്റെ തലമുണ്ട്. ശുഭാശുഭ ബലൈരൈവം മോക്ഷസേ കർമ്മബന്ധനൈഹി. ഈ അറിവ് ഇതിനെക്കൊണ്ടായാൽ ശുഭകർമ്മം അശുഭകർമ്മം, അതായത് പുണ്യകർമ്മവും പാപകർമ്മവും, ഇത് രണ്ടിനും അപ്പുറത്തുള്ള ഒരു ശുഭാശുഭ ബലൈരൈവേ മോക്ഷസേ കർമ്മം. ഈ കർമ്മബന്ധത്തിൽ നിന്ന് മോക്ഷം പ്രാപിക്കും. എന്തുകൊണ്ട്? ശുഭകർമ്മമായാലും കൊള്ളാം, അശുഭകർമ്മമായാലും കൊള്ളാം, രണ്ടിനും അടിസ്ഥാനം നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ്. ഈ കർമ്മങ്ങളിൽ നിന്നേ മോചിതനായി തീർന്നാൽ പിന്നെ ശുഭകർമ്മത്തിൽ നിന്നുള്ള മോചനത്തിന് അവസരം ഇനി പ്രാപിക്കേണ്ട
അശുഭകർമ്മത്തിൽ നിന്നുള്ള മോചനം ഉണ്ടാകണ്ട, മറിച്ചോ ഇതിന് രണ്ടിനും അപ്പുറത്തുള്ള പരമപദ പ്രാപ്തിയായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെ ആയാലും സംഭവിക്കും. കുലജ്ഞാനം കുലസ്വജ പതന്തി പിതരോ ജ്യേഷ്ഠ ലുപ്ത പിണ്ടോദക ക്രിയ. അത് മാത്രമല്ല, പിതൃക്കൾ അവർക്ക് യാതൊരു ഗതിയുമില്ലാതെ അവരിങ്ങി വന്ന് താഴെ. പിതൃക്കൾക്ക് പരലോകഗതി ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ശ്രാദ്ധകർമ്മങ്ങളൊക്കെ മനുഷ്യർ ചെയ്യുന്നതെന്നാണ് സങ്കല്പം. അങ്ങനെ ആ സങ്കല്പം വെച്ച് നോക്കിയാൽ ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ നീ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നരകത്തിൽ യോഗ്യത നേടുന്ന കർമ്മങ്ങളാണ് നീ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പതന്തി പിതരോ ശേഷം, അങ്ങനെയുള്ളവരുടെ പിതാക്കൾ പൂർവികർ എന്ത് സംഭവിക്കും? ലുപ്ത പിണ്ടോദക ക്രിയ, അവർ പിണ്ടോദക ക്രിയകളില്ലാതെ അവർ ഇങ്ങനെ താഴെ വന്ന് വീഴും. പതന്തി ദോഷൈരേതൈ കുലജ്ഞാനം വർണ്ണസങ്കരകാരകൈ സാധ്യന്തേ ജാതിധർമ്മ കുലധർമാശ്ച ശാശ്വതാ. കുലത്തെ നശിപ്പിക്കുന്നവർ മുഖാന്തരം ഉണ്ടാകുന്ന വർണ്ണസങ്കരം കൈവരുത്തുന്ന ഈ ദോഷങ്ങളാൽ ശാശ്വതമായ ജാതി ധർമ്മങ്ങളും കുലധർമ്മങ്ങളും നശിച്ചു പോകും. പൗരാണികമായ കാലം തൊട്ടേ ഇങ്ങനെ ചില ജാതിധർമ്മം കുലധർമ്മം ഇങ്ങനെയൊക്കെയുള്ള പലതും നമ്മൾ സങ്കല്പിച്ച് വച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇല്ലാതാക്കി കളയും. ആ ദോഷം സംഭവിക്കും. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതമോ വാസോ പതീത്യനുശുശ്രുമ. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന. ഈ കുലധർമ്മങ്ങൾ നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ള മനുഷ്യരുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും? ശ്രീകൃഷ്ണ, നരകേ നിയതം വാസോ, അവർക്ക് നരകത്തിലായിരിക്കും പിന്നെ വാസം. ഇത് നേരാണോ ഇല്ലയോ? അത് ശ്രീകൃഷ്ണൻ പറയുന്നു, അവധീത്യനുശുശ്രമ, ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു എന്നാണ്. അല്ലാതെ ഇക്കാര്യത്തിൽ നല്ല തീർച്ചയുണ്ടെന്നല്ല. എന്ന് പറഞ്ഞാൽ ഇതിൽ മാത്രമല്ല, ഇതുവരെ പറഞ്ഞ എല്ലാ ദോഷങ്ങളെ സംബന്ധിച്ചും അർജുനന് നല്ല തീർച്ചയില്ല. മറിച്ച് ഇതെല്ലാം ഇങ്ങനെ കാലം തോറും ഇങ്ങനെ പറഞ്ഞ് കേട്ട് ശീലിച്ചിട്ടുള്ളതല്ലാതെ ശാസ്ത്രീയമായിട്ട് ഇതൊന്നും തനിക്ക് ഒട്ട് വ്യക്തമായി കിട്ടിയിട്ടും ഇല്ല. അപ്പോൾ ഇതാണ് ഒരു പ്രത്യേകത. എന്താണ്? നമ്മൾ പല വിശ്വാസങ്ങളും പല ധാരണകളും ജീവിതത്തെപ്പറ്റി വച്ച് പുലർത്തുമ്പോൾ വാസ്തവത്തിൽ ഇത് ശാസ്ത്രീയമായ ചിന്തിച്ച് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള ഒരു തീരുമാനമാണോ, അതോ ഇത് പറഞ്ഞു കേട്ട കഥകൾ മാത്രമാണോ എന്നുള്ളത് നമ്മൾ പകതിരിച്ച് മനസ്സിലാക്കാറില്ല. അർജുനനും ഇത്രയല്ല, തൻ്റെ വിഷാദം അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് അവസാനം പറയുന്നത് എന്താണ്? ഇങ്ങനെ നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമ, ഇങ്ങനെ നരകത്തിൽ പോയി നീണ്ടകാലം വാഴാനിടയാകും എന്ന് പറഞ്ഞു കേൾക്കുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളല്ല നമുക്ക് വേണ്ടത്, മറിച്ച് വ്യക്തമായി ശാസ്ത്രീയമായി നമുക്ക് ചിന്തിച്ച് കണ്ടെത്താവുന്ന നിഗമനങ്ങൾ, സിദ്ധാന്തങ്ങൾ, അതിലാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ ആളുകൾ പറഞ്ഞു കേൾക്കുന്നു എന്നുള്ളതിലല്ല. അഹോബത മഹത്പാപം കർത്തും വ്യവസിതാ വയം യദ്രാജ്യസുഖലോഭേന അന്തം സ്വജനമുദ്യതാഃ. അഹോബത മഹത്പാപം കർത്തും വ്യവസിതാ വയം. നമ്മൾ വലിയ പാപകർമ്മമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. എന്തിനു വേണ്ടി? രാജ്യ സുഖലോഭേന, രാജ്യസുഖം, രാജ്യത്തിൻ്റെ അധികാരം കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ സുഖത്തിലുള്ള മോഹം കൊണ്ട് മാത്രം ആണ് ഇങ്ങനെയുള്ള ഇതിനെല്ലാം നമ്മൾ പുറപ്പെട്ടിരിക്കുന്നത്. അന്തം സ്വജനമുദ്യത, അതിനു വേണ്ടിയാണ് സ്വജനങ്ങളെ ഈ കൊന്നുപിടിക്കാൻ നമ്മൾ ഇവിടെ തയ്യാറായി നിൽക്കുന്നത്. ഇനി അർജുനൻ്റെ കുറച്ചുകൂടി ഒരു തീരുമാനം ഉള്ള നിലപാട് അറിയിക്കുന്നു. യതിമാമപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയ അർത്ഥരാഷ്ട്രണേഹന്യു തന്മേ ക്ഷേമതരം ഭവേത്. യതി മാം അപ്രതീകാരം അശസ്ത്രം, ഞാൻ ഒരു പ്രതികാര ബുദ്ധിയും കൂടാതെ ഒരായുധവും ധരിക്കാതെ നിൽക്കുമ്പോൾ ശസ്ത്രപാണികളായ ആയുധധാരികളായ താർത്ഥരാഷ്ട്രാരണേഹന്യു, താർത്ഥരാഷ്ട്രന്മാർ, കൗരവന്മാർ വന്ന്
എന്നെ കൊല്ലാനിടയാവുകയാണെങ്കിൽ ഞാൻ അതിനെങ്ങനെ എടുക്കും? തന്മേ ക്ഷേമതരം ഭവേത്. ഈ ബന്ധുക്കളെയെല്ലാം ഇത്തരത്തിൽ കൊന്നുമുടിക്കുന്നതിനേക്കാൾ ക്ഷേമതരമായിട്ടുള്ളതാണ് ഞാൻ ആയുധമില്ലാതെ ഇവിടെ നിൽക്കുകയും ആയുധധാരികളായ ഈ കൗരവന്മാർ വന്ന് എന്നെ കൊല്ലാൻ ഇടയാവുകയും ചെയ്യുന്നത്. അത് കൂടുതൽ നല്ലതായിരിക്കും, ക്ഷേമതരമായിരിക്കും. സഞ്ജയ ഉവാച ഏവമുക്ത്വാർജുനഃ സംഖ്യേ രഥോപസ്ഥൗപാവിശത് വിസർജ്യ സചരം ചാപം ശോകസംവിഘ്നമാനസഃ. ഏവം ഉക്ത്വാ ഹൃഷീകേശം, ശ്രീകൃഷ്ണനോട് ഇത്തരത്തിൽ ഉള്ള വാക്കുകൾ യുദ്ധരംഗത്തിരുന്ന് പറഞ്ഞുകൊണ്ട് രഥോപസ്ഥ ഉപാവിശത്, രഥത്തിൽ തന്നെ അവിടെ ഇരുന്ന് കളഞ്ഞു അർജുനൻ. വിസർജ്യ സസരം ചാപം, കയ്യിലിരിക്കുന്ന അമ്പിനെയും വില്ലിനെയും താഴെ ഇട്ട് കളഞ്ഞു. നേരത്തെ എന്താണ് കണ്ടത്? അർജുനൻ്റെ ഇതിൻ്റെ തുടങ്ങിയ സന്ദർഭത്തിൽ നമ്മൾ കണ്ടത് എൻ്റെ കയ്യിൽ നിന്നും ഇതാ വില്ല് ഊർന്നു പോകുന്നു എന്നാണ്. ഇവിടെ എന്ത് പറയുന്നു? താഴെ ഇട്ട് കളയുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി അർജുനൻ നിൽക്കുക. വിസർജ്യ സസരം ചാപം ശോകസംവിഘ്നമാനസഃ. ഇങ്ങനെ ശോകം കൊണ്ട് ഒരു കുഴഞ്ഞ മനസ്സോടുകൂടി അവനായി തീർന്നു അർജുനൻ അവിടെ ഇരുന്നു കളഞ്ഞു. തത്വപരമായ ഉപദേശങ്ങൾക്കൊരു രംഗം ഒരുക്കുന്ന ഒരു പൂർവപക്ഷമായിട്ട് വേണം ഈ അർജുന വിഷാദ യോഗത്തെ നമ്മൾ കാണേണ്ടത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.